അമ്മയുടെ ഫോൺ എടുക്കാതെ മരണത്തിലേക്ക് ചാടിയ ആ മനുഷ്യനെ നരകത്തിന്റെ 18ാം നിലയിലേക്ക് തള്ളിവിട്ടു. പക്ഷെ ശിക്ഷയ്ക്കു പകരം അവനൊരു കുട്ടിയായി പുനർജനിച്ചു. തന്റെ മുൻകാല ജീവിതത്തിലെ ഓർമ്മകൾ ഉപയോഗിച്ച് ഈ പുതിയ ജന്മത്തിൽ പരമാവധി പ്രയോജനപ്പെടുത്താൻ ആലോചിച്ച നിമിഷം യാഥാർത്ഥ്യം അവന് തിരിച്ചറിഞ്ഞു. തന്റെ കൺമുന്നിൽ തന്നെ അമ്മ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എന്തോ ഗുരുതരമായ തെറ്റുണ്ടെന്ന് മൈക്കിന് തോന്നി. അത് സത്യമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ അവനെ സോഫയിൽ ക്രൂരമായി ഇടിച്ചു നിർത്തി ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, അവന് ഭക്ഷണം കൊടുക്കൂ. ഭാഗ്യവശാൽ അവന്റെ അച്ഛൻ ഒരു ദയയുള്ള മനുഷ്യനെ പോലെയായിരുന്നു. എന്നാൽ 6 മാസം മുമ്പ് ഭക്ഷണം കാലഹരണപ്പെട്ടതായി അവന്റെ അച്ഛൻ ശ്രദ്ധിച്ചു. സാരമില്ല, കാലഹരണപ്പെട്ട ഭക്ഷണം കഴിച്ച ആരും മരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അത് ഒഴിവാക്കി. അച്ഛൻ മടിച്ചു. പക്ഷെ പിന്നീട് അവൾ പറഞ്ഞത് ശരിയാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തി. എല്ലാത്തിനുമുപരി കുഞ്ഞിനെ രുചി അറിയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും പോലീസ് വാതിൽക്കലെത്തി. അച്ഛൻ പെട്ടെന്ന് കുട്ടിയുടെ വായ തുടച്ചു. വീട്ടിലെ പുകയുടെ ഗന്ധം മറയ്ക്കാൻ അമ്മ എയർ ഫ്രഷ്നർ തളിച്ചു. കുട്ടികളെ ദുരുപയോഗം ചെയ്തതായി ഒരു റിപ്പോർട്ട് ലഭിച്ചതായും ഒരു ശിശു സംരക്ഷണ വിദഗ്ധനെ വിളിച്ചതായും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അമ്മ ദേഷ്യത്തോടെ എല്ലാം നിഷേധിച്ചു. പക്ഷെ കുട്ടിയെ ഒരിക്കൽ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു എന്ന് പോലീസ് വെളിപ്പെടുത്തി. അവിടെ ഡോക്ടർ അവന്റെ ശരീരത്തിൽ ശാരീരിക പീഡനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി. അതുകൊണ്ടാണ് റിപ്പോർട്ട് ഫയൽ ചെയ്തത്. കൂടുതലൊന്നും പറയാതെ ഉദ്യോഗസ്ഥർ അകത്ത് കയറി. വിദഗ്ധൻ കുഞ്ഞിനെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പരിശോധിക്കാൻ തയ്യാറെടുക്കാൻ തുടങ്ങിയപ്പോൾ മാതാപിതാക്കളുടെ മുഖം വിളറി. അച്ഛൻ കോപത്തോടെ വിളിച്ചു പറഞ്ഞു, നമ്മൾ നമ്മുടെ കുട്ടിയെ തല്ലിയതായി നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നിട്ട് അയാൾ ഒരു ബിസിനസ് കാർഡ് പുറത്തെടുത്ത് പോലീസിന് നൽകി. അച്ഛൻ യഥാർത്ഥത്തിൽ ഒരു ശിശുക്ഷേമ ഏജൻസിയിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ചുമരിൽ ഒരു കുടുംബ ഫോട്ടോ പോലീസ് ശ്രദ്ധിച്ചു. അതൊരു പീഡന കുടുംബത്തിന്റെ വീടായി തോന്നിയില്ല. വിദഗ്ധന് കുഞ്ഞിൽ പരിക്കിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ബോധ്യപ്പെട്ട പോലീസ് ക്ഷമാപണം നടത്തി പോകാൻ തയ്യാറായി. അപ്പോഴേക്കും കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി.